മാഷാണ്. അപ്പൊ ഇന്ന് മാഷ് വന്നത് എന്തിനാണെന്നറിയോ? മെഷർ ആൻഡ് ടെൽ, അളന്നു പറയാന്നുള്ളൊരു പാഠം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ആ പാഠത്ത് നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് മാഷ് വന്നത്. എന്താണെന്നറിയണ്ടേ? മില്ലി ലിറ്ററും തമ്മിലുള്ള ബന്ധം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടോ? ഈ കാര്യമായിട്ട് നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് പഠിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ മാഷ് ഓർമ്മിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് അടിക്കാനും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ എല്ലാ കൂട്ടുകാരും അറിയിക്കുക ഇത്തരത്തിലുള്ള വീഡിയോസ് യൂട്യൂബിൽ ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് നേരെ എന്താണ് മില്ലി ലിറ്ററും തമ്മിലുള്ള ബന്ധം എന്ന് പഠിച്ചെടുത്താലോ? ഇത് നോക്കിക്കേ, മാഷ് ഇവിടെ 1 ലിറ്ററിന്റെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തില് 1 ലിറ്റർ വെള്ളം കൊള്ളും. അതുപോലെ തന്നെ മാഷ് നോക്കിക്കേ 500 മില്ലി ലിറ്റേഴ്സിന്റെ 500 മില്ലി ലിറ്ററിന്റെ 2 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, മാഷ് ഇതെന്താ 1 ലിറ്റർ ഇത്രയും വലിയ പാത്രവും 500 മില്ലി ലിറ്റർ ചെറിയ പാത്രവും? ഇത് 1 ലിറ്റർ അല്ലേ, ഒന്നല്ലേ, ഇത് 500 ആണല്ലോ, അപ്പൊ വലിയ പാത്രല്ലേ വേണ്ടത് എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. ഒന്നെന്ന് മാത്രമാണ് ഇതിന്റെ കൂടെ ഉള്ളത്. നോക്കിക്കേ, 1 ലിറ്റർ എന്നാണ് കൂടെ ഉള്ളത്. ഇവിടെ എന്താണുള്ളത്? മില്ലി ലിറ്റർ എന്നാണ് കൂടെ ഉള്ളത് അല്ലെ. 1 ലിറ്ററിനേക്കാൾ ചെറുതാണ് എന്ത്? 500 മില്ലി ലിറ്റർ. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താന്ന് വെച്ചാല് 1 ലിറ്റർ എന്ന് വെച്ചാല് 1000 മില്ലി ലിറ്റർ ആണ്. 1 ലിറ്റർ എന്ന് വെച്ചാല് 1000 മില്ലി ലിറ്റർ ആണ്. ഇതെന്താണ് 500 മില്ലി ലിറ്റർ അല്ലേ ഉള്ളൂ. എത്ര 500കൾ ചേർന്നാലാണ് 1000 ആവുക? 2 500കൾ ചേർന്നാലാണ് 1000 അല്ലെ. അപ്പൊ 2 500 മില്ലി ലിറ്ററിന്റെ പാത്രങ്ങൾ നിറച്ച് വെള്ളം എടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? 1 ലിറ്ററിന്റെ പാത്രം മുഴുവനായിട്ട് നിറയ്ക്കാൻ വേണ്ടി കഴിയുക. കാരണം എന്താണ്? 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 മില്ലി ലിറ്റർ ആണ്. 1 ലിറ്റർ എന്നുള്ളത് നമ്മളിങ്ങനെ ചുരുക്കിയിട്ട് എഴുതാന്നറിയോ? 1 അതുപോലെ ഒരു എല്ലും ഇട്ട് കൊടുക്കും. എന്താണ്? 1 ഒരു എല്ലും ഇട്ട് കൊടുക്കും. എന്തുകൊണ്ടാണ് മാഷ് എല്ല് ഇട്ട് കൊടുത്തത്? കാരണം എന്താ? ലിറ്ററിന്റെ ആദ്യത്തെ ലെറ്റർ ഏതാണ്? എൽ ആണ് അല്ലേ. അപ്പൊ 1 ലിറ്റർ എന്നുള്ളത് നമുക്ക് ചുരുക്കിയിട്ട് ഒരു എല്ല് എഴുതാം. എല്ലിന്റെ ഫുൾ ഫോം എന്താണ്? ലിറ്റർ. 1 ലിറ്റർ എന്നത് നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. അപ്പൊ മില്ലി ലിറ്റർ എന്നുള്ളത് എങ്ങനെ ചുരുക്കിയിട്ട് എഴുതുക? മില്ലി ലിറ്റർ എന്നുള്ളത് ചുരുക്കിയിട്ട് നമ്മള് ml എഴുതും. അപ്പൊ 500 മില്ലി ലിറ്റർ എന്നുള്ളത് നമുക്ക് ചുരുക്കിയിട്ട് എങ്ങനെ എഴുതാം? 500 ml എഴുതാം. 500 ml എഴുതാം. ml എന്ന് വെച്ചാൽ എന്താണ്? ആ മില്ലി ലിറ്ററിനെ ചുരുക്കി എഴുതാണ് എന്ത്? ml. ലിറ്ററിനെ ചുരുക്കി എഴുതാണ് എന്ത്? l. 1 ലിറ്റർ എന്നുള്ളത് നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. 500 മില്ലി ലിറ്റർ എന്നുള്ളത് നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. ഇപ്പൊ ഒരു കാര്യം പഠിച്ചു. എന്താണ്? 1 ലിറ്റർ നിറയ്ക്കാൻ എന്ത് വേണം? 1000 മില്ലി ലിറ്ററുകൾ വേണം. 1 ലിറ്റർ എന്ന് വെച്ചാല് 1000 മില്ലി ലിറ്റർ ആണെന്ന് നിങ്ങളിപ്പോ പഠിച്ചു അല്ലേ. ഈ കാര്യം മറക്കരുത് കേട്ടോ. 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം നിറയ്ക്കാൻ എന്ത് വേണം? 1000 മില്ലി ലിറ്റർ വെള്ളം വേണം അല്ലേ. 1000 മില്ലി ലിറ്റർ ആണ് എന്ത്? 1 ലിറ്റർ. ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ മാഷ് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. 200 മില്ലി ലിറ്റർ ഉള്ള എത്ര പാത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ പാത്രം നിറയ്ക്കാൻ കഴിയും? 200 മില്ലി ലിറ്റർ വെള്ളം കൊള്ളുന്ന എത്ര ചെറിയ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ വലിയ പാത്രം നിറയ്ക്കാൻ വേണ്ടി കഴിയും? നമ്മളിപ്പോ ഒരു കാര്യം പഠിച്ചതാണ്. എന്ത്? 1 ലിറ്റർ എന്ന് വെച്ചാല് 1000 മില്ലി ലിറ്റർ ആണ്. 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 മില്ലി ലിറ്റർ ആണ് അല്ലെ. അതെ, എത്ര 200 മില്ലി ലിറ്ററുകൾ ചേർന്നാലാണ് 1000 മില്ലി ലിറ്റർ ആവാൻ നോക്കണം അല്ലേ. അങ്ങനെയല്ല നമുക്ക് 1 ലിറ്ററിൽ എത്ര വെള്ളം കൊള്ളുന്ന കിട്ടുക? എത്ര 200കൾ ചേർന്നാലാണ് 1000 ആവുക? 2 200കൾ കൂട്ടിയാൽ 400. 1 200 കൂടെ അതിലോട്ട് വന്നാല് 600. വീണ്ടും 1 200 കൂടെ വന്നാൽ 800. വീണ്ടും 1 200 കൂടെ വന്നാൽ 1000. 5 200കൾ ചേർന്നാലാണ് എന്ത്? 1000 ആവുക അല്ലേ. 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം നിറയ്ക്കാൻ 5 200 മില്ലി ലിറ്ററുകൾ വേണം അല്ലേ.
5 200 ചേർന്നാൽ 1000 1000 ml ആണ് എന്ത് 1 ലിറ്റർ. അപ്പൊ ഈ കാര്യമാണ് പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ലിറ്ററും മില്ലി ലിറ്ററും തമ്മിലുള്ള ബന്ധം നിങ്ങൾ പഠിച്ചു. എന്താണ്? 1000 മില്ലി ലിറ്ററുകൾ ചേർന്നാലാണ് എന്താവുക 1 ലിറ്റർ ആവുക. ഈ കാര്യം ആരും മറക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്. കാര്യങ്ങൾ മറക്കണ്ട. ഏതൊക്കെയാണ് ലൈവുകൾ ഉണ്ടാവുക. അപ്പൊ പിന്നെ അതുപോലെ ഒരു കാര്യം കൊണ്ട് മാഷ് ഓർമ്മിക്കാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നോട്ടുകളും നമ്മുടെ സൈലന്റ് തരാറുണ്ട്. എങ്ങനെ ഫ്രീ ആയിട്ടുള്ള നോട്ടുകൾ കിട്ടുക? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി അല്ലേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ ലൈവ് ക്ലാസ്സുകളുടെ ലിങ്കുകളും ഫ്രീ ആയിട്ടുള്ള നോട്ടുകളും ഒക്കെ ഷെയർ ചെയ്ത് തരാറുണ്ട്. അപ്പൊ എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കാതിരിക്കുക കേട്ടോ. നമുക്ക് എന്തായാലും ഇനി ലൈവുകളിലും വീഡിയോകളിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ ആരും മിസ്സാക്കാതെ വരിക. മാഷ് പോവാം കേട്ടോ. ബൈ ബൈ.